वही तो राह सच है, वही तो जीवन है। और उसने रूह जो भेजे है साथ हर दम है। और उसने रूह जो भेजे है साथ हर दम है। वो सदा साथ चलेगा, उसका वादा है चलेगा। वो सदा साथ चलेगा, उसका वादा है चलेगा। उसका वादे पे एतबार करो, खुदा से प्यार करो, प्यार करो, प्यार करो। खुदा से प्यार करो, प्यार करो, प्यार करो। खुदा से माँ मिलेगा, उसका वादा है तुम्हें। खुदा से माँ मिलेगा, उसका वादा है वो देखा। उसका वादे पे एतबार करो, खुदा से प्यार करो, प्यार करो, प्यार करो। खुदा से प्यार करो, प्यार करो, प्यार करो। ഹലോ, എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ സന്തോഷമായിരിക്കുന്നു. നിങ്ങൾ സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആമേൻ ദിവസത്തെ സന്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട. ഈ അന്ത്യകാലത്ത് നമ്മളെത്തി നിൽക്കുകയാണ്. ഒരുപാട് നവീനമായ കാര്യങ്ങൾ വന്ന് പരിശുദ്ധാത്മാവിനെ വല്ലാതെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലമായത് എന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ആൾക്കാരെല്ലാം നല്ല രീതിയിൽ ഒരു കാലത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പല ആളുകളും ഇപ്പം അവർ പരിപാടിയൊക്കെ ഒന്നും റൂട്ട് മാറ്റി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല. ആൾക്കാർ പരിശുദ്ധാത്മാവിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതാണ് അതിൽ ഭയങ്കര സങ്കടം. എനിക്ക് ഈ സഭാ നേതൃത്വത്തിൽപ്പെട്ട ദൈവദാസന്മാരോടാണ് അപേക്ഷയുള്ളത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്താലും വേണ്ടിയില്ല, ചെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എന്നാലും എൻ്റെ ഒരു അപേക്ഷ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുക. നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന 1000 2000 പാസ്റ്റർമാരായിക്കോട്ടെ, അതുങ്ങളെ ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് ഇതേ ആവശ്യമില്ലാത്ത പണി കാണിക്കുന്നവനെയൊക്കെ പുറത്താക്കുമെന്നൊന്ന് പറഞ്ഞാൽ മതി. എന്നെങ്കിലും അങ്ങനെയെങ്കിലും അവരൊന്ന് പേടിച്ചോട്ടെ, അങ്ങനെയെങ്കിലും ഒന്ന് പേടിച്ചോട്ടെ. എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരങ്ങ് ഉന്തിയിട്ട് ആൾക്കാരെ അങ്ങ് വീഴിക്കുക. ഇപ്പം ഇത് ഒരാൾ വീണ് കഴിയുമ്പോഴത്തേക്ക് ഉന്തിയിട്ടവനൊരു സന്തോഷം. അയ്യോ താഴെ വീണല്ലോ, അടുത്ത ആളെ ഉന്താൻ പോവാ. എന്നിട്ട് എല്ലാവരെയും ഉന്തും. ഈ ഉന്തി ശീലിച്ചവൻ എല്ലാവരെയും ഉന്തും. ഞാൻ നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ ഉന്തൽ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ ഉന്താൻ നിൽക്കുന്ന പാർട്ടികളോട് എൻ്റെ ഈ സന്ദേശം ഒന്ന് ഇട്ട് കൊടുത്തേക്കണം അവർക്ക്, കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ആക്ടിവിറ്റിയും ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഞാൻ അംഗീകരിക്കുന്നില്ല, ഞാനത് അനുസരിക്കുന്നുണ്ട്, ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ്, കേട്ടോ. ഒരുവൻ്റെ ദേഹത്ത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ മറിഞ്ഞു വീഴും, അല്ലെങ്കിൽ അവൻ തെറിച്ചു പോകും, അല്ലെങ്കിൽ അവൻ താഴെ വീഴും എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആരെ ഉന്തണ്ടാന്നാണ് ഞാനീ പറഞ്ഞത്, കേട്ടോ. ആ പരിപാടി അങ്ങ് നിർത്തിയേര്. ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ട കാഴ്ചകൾ അതൊക്കെ. സ്തോത്രം. ഒരു കൺവെൻഷന് ചെന്നപ്പം ആ കൺവെൻഷനിൽ എന്തോ പ്രധാനപ്പെട്ട ആളുകൾ, അവരൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അവർ തള്ളിയിടുമ്പം ആൾക്കാർ പുറകെ നിന്ന് അവർ വീഴാതിരിക്കാൻ പിടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ആ പിടിക്കാൻ വന്നവരെ വഴക്ക് പറഞ്ഞ് മാറ്റുന്നത് കണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. യൂട്യൂബിൽ കിടപ്പുമുണ്ട്.
കേട്ടോ. അത് നിങ്ങളതൊന്ന് കാണണം പ്രിയരെ. എന്നാത്തിനാ ഇവരൊക്കെ എന്നാത്തിൻ്റെ സൂക്കാടാന്ന് എനിക്കറിയത്തില്ല. ആൾക്കാരെ പിടിച്ച് തള്ളിയിടുക, അത് പിടിക്കാൻ രണ്ടുപേര് പുറകിൽ. എനിക്ക് ഇന്ന് വരെ പിടികിട്ടാത്തൊരു കാര്യമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട് വന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് എന്ന് പറഞ്ഞാൽ 86 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. 1986 ഞാൻ രക്ഷിക്കപ്പെടുന്നത് കേട്ടോ. അന്ന് എനിക്ക് ചെറിയ പ്രായമേ ഞാൻ ചെറിയ പ്രായം 86 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു ഇടപാട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ SLC പഠിക്കുന്ന സമയത്തും ഇങ്ങനത്തെ ഒരു ഇടപാട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്തും ഇങ്ങനെ ഉന്തിയിടുന്ന ആൾക്കാർ അന്നും ഇല്ല. പാസ്റ്റർമാരൊക്കെ ഉപവാസ പ്രാർത്ഥന ഇടയ്ക്ക് ആൾക്കാർ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പം അടുത്തോടെ ചെന്നിട്ട് അവരുടെ അടുക്കൽ നിന്ന് ഇവരും ആത്മാവിൽ ആരാധിക്കുകയല്ലാതെ ദേഹത്ത് തൊടിയല്ല കേട്ടോ. അവരുടെ ദേഹത്ത് പിടിച്ച് തള്ളുവോ പിടിച്ച് ഉന്തുവോ അല്ലെങ്കിൽ തലക്കെട്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഒരു പരിപാടിയില്ല. അന്നുണ്ടായിരുന്ന ഭക്തന്മാരായവരൊക്കെ അവർ അഭിഷേകം പ്രാപിച്ചവർ ഇവരുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടന്നു ചെന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് ആത്മാവിൽ അവർ ആരാധിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന അതുവരെ അന്യഭാഷ കിട്ടാത്തവൻ അന്നേരം തന്നെ ആ മുട്ടയിലിരുന്ന് അവനും പ്രാപിക്കുക. ഇത് ഞാൻ കണ്ടിട്ടുള്ളത് ഇതൊക്കെയാണ്. ഇപ്പൊ എല്ലാം ലെവൽ മാറി. ഇപ്പൊ ഉന്തിയിടുക ആൾക്കാരെ നെറ്റിയെ പിടിച്ച്. ഒരു മനുഷ്യൻ കണ്ണടച്ച് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിയെ പിടിച്ച് നിങ്ങൾ മെല്ലെ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയാൽ മതി, അയാൾ പുറകെ മറിഞ്ഞു വീഴും. കാരണം നമ്മുടെ ഈ തലയ്ക്കകത്തുള്ള ഇയർ ഡ്രം എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിനകത്തൊരു ലിക്വിഡുണ്ട് കേട്ടോ. അതൊക്കെ പഠിക്കണം. അതൊക്കെ പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഈ ഉന്തിയിടുക ആൾക്കാരെ, മറിച്ചിടുക. ഇനി ആ മറിഞ്ഞു വീഴുന്നവർക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ രണ്ടുപേര് താങ്ങാൻ നിൽക്കുന്നു. ചേടായി, ഇതൊക്കെ സാധാരണ പുതിയ ശുശ്രൂഷകന്മാരൊക്കെ ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ വർഷങ്ങളായി കർത്താവിനെ നന്നായി അറിഞ്ഞ് ആത്മാവിൽ ആരാധിച്ച് ദൈവവചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ഒരു കളങ്കമില്ലാത്ത ആക്ഷേപമില്ലാത്തൊരു ശുശ്രൂഷകനായി പുറത്ത് വന്ന ടീമൊക്കെ ഇപ്പൊ തുടങ്ങി പരിപാടി. ഇതിന്റെ ഉപജ്ഞാതാവ് ഇത് പണ്ടേ നിർത്തി കേട്ടോ. അമേരിക്കയിൽ ഇത് പണ്ടേ പുള്ളി നിർത്തി. പുള്ളി വന്ന് എല്ലാവരോടും ക്ഷമ പറഞ്ഞ് ആരും ഈ പണി ചെയ്തേക്കരുത്, എനിക്കറിയാൻ പാടില്ലാണ്ട് ചെയ്തു പോയതാന്ന് പറഞ്ഞ്. ഇത് നാട്ടുകാരും അറിഞ്ഞില്ല. അതുകൊണ്ട് എല്ലാവരും ഉന്തിയിടുക. സ്തോത്രം. എനിക്കറിയാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു കാഴ്ച, തള്ളിക്കോണ്ട് പോവുക. ഈ ചർച്ചിനകത്തോടെ ഇങ്ങനെ നടക്കുകയാണ്. ഇനി അതിനേക്കാളും രസം കേട്ടോ, ഞാൻ ഈ പച്ചയ്ക്ക് അങ്ങ് പറയുന്നതെന്നറിയോ, എൻ്റെ ഈ സന്ദേശം നാട്ടുകാർക്കുള്ളതല്ല, ദൈവമക്കൾക്കുള്ള ബോധവൽക്കരണ സന്ദേശം. അതുകൊണ്ടാണ് ഞാനിത് പച്ചയ്ക്ക് അങ്ങ് പറയുന്നത് കേട്ടെ. ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരനോട് പറയാം, പാസ്റ്റേ ഒരാൾ എൻ്റെ മുഖത്തോട്ട് ഊതി ഭാഷ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോളാൻ പറഞ്ഞു. എനിക്ക് കുറച്ച് നേരത്തേക്ക് ആ സ്മെല്ല് കാരണം എൻ്റെ തല കറങ്ങി പോകുന്നവരെ തോന്നിപ്പോയി കേട്ടോ. കാണിച്ച പരിപാടിയാണ് അതൊക്കെ. ഇതൊക്കെ എവിടെ എങ്ങനെ ഇതൊക്കെ ഒരു നാണോ ഇല്ല, ഒരു ഉളുപ്പുമില്ല എന്നുള്ളതാണ് സത്യം. എനിക്കറിയാൻ പാടില്ല പ്രിയരെ. സ്തോത്രം. നിങ്ങൾക്ക് അത്രയും പരിശുദ്ധാത്മാവിന് ഊതി കൊടുക്കാനാണെങ്കിൽ ആ സ്റ്റേജ് എന്നാ ഊതിക്കൂ. നാട്ടുകാരുടെ മുഖത്തോട്ട് ഊതാതെ സ്റ്റേജ് എന്നാ ഊതിക്കേ. സ്തോത്രം. ചില ആൾക്കാർ നന്നായിട്ട് വചന ശുശ്രൂഷിക്കുന്നുണ്ട്. ആ വചന ശുശ്രൂഷ തന്നെ മതി ആ മീറ്റിങ്ങിന് അനുഗ്രഹമാണ്. ഭയങ്കര വചന വെളിപ്പാടൊക്കെ ഇങ്ങനെ പോച്ച അടിച്ചു പോകാതിരിക്കുവാണെങ്കിൽ നല്ല വചന വെളിപ്പാട് ദൈവം കൊടുക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങുക. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരുപാട് പരാതി ഇങ്ങനെ വരുന്നുണ്ട്. ഒരുപാട് പേരെന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾ ഈ കാണിക്കുന്ന കുരുത്തക്കേടൊക്കെ പല ആൾക്കാരെ എനിക്ക് എഴുതി വിടുക. സ്തോത്രം. ഒരാൾ എനിക്ക് ഈ ദിവസം പറഞ്ഞ്, പാസ്റ്റർ എന്നെ ഒരു തള്ളാൻ ശ്രമിച്ച് ഞാൻ ഒരു സ്റ്റെപ്പ് പുറകോട്ട് കാല് വെച്ചതുകൊണ്ട് ഞാൻ വീണില്ല. വീഴാത്തതുകൊണ്ട് അദ്ദേഹം ദേഷ്യം പിടിച്ച് എൻ്റെ അടുത്ത് നിന്ന് പോയെന്ന്. എങ്ങനെയുണ്ട്? ഞാൻ 10 പേര് വീണ് കഴിഞ്ഞാൽ എൻ്റെ കുടുംബപ്പറപ്പെ ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. നിങ്ങൾ ഉന്തിയിട്ടിട്ട് ആൾക്കാർ വീണിട്ട് നിങ്ങൾക്ക് എന്നാ ചാരിതാർത്ഥ്യം കിട്ടാനാ? എനിക്കറിയാൻ പാടില്ല ചോദിക്കുക. ഞാൻ ഈ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ വരുമ്പോൾ അവൻ വീഴും, അവൻ താഴെ വീഴും. ഇതൊക്കെ ഞാനിതിനൊന്നും എതിരല്ലെന്നേ. നീ തൊട്ടൊരുത്തം വീഴരുത്, അത് ഞാൻ പറയാൻ വേണ്ടിയാണ് വരുന്നത്. ആ പരിപാടി ഞാൻ നിർത്തിക്കൂ. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ അളക്കുന്ന ആളല്ല ഞാൻ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട. പരിശുദ്ധാത്മാ, കാരണം ഞാൻ പ്രസംഗിച്ച പലയിടത്തും ആൾക്കാർ വീണിട്ടുണ്ട്. ഞാൻ സ്വത്രം ഞാനെന്ന് പറഞ്ഞ് അഹംഭാവം പറയാൻ വേണ്ടി ഞാനെന്ന് പറയല്ല. ഈ കാര്യം പറയുമ്പോൾ ഞാനെന്ന് തന്നെ പറയണം. കാരണം ഞങ്ങളെന്ന് അവിടെ പറയരുത്, ഞാൻ തന്നെ പറയണം. കാരണം കുറ്റം ചെയ്താലും ഞാനെന്നേ പറയാവൂ. സ്തോത്രം. ആ ഒരു കാര്യത്തിൽ, അല്ലാണ്ട് ഈ ഹെഡ് വെയിറ്റ് എടുക്കാൻ വേണ്ടി പറയുന്ന ഞാനെന്നല്ല, ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. ശ്രദ്ധിച്ച്. സ്തോത്രം. അപ്പം ശുശ്രൂഷിക്കുന്ന സമയത്ത് ഭൂതങ്ങളുടെ അടുക്കലേക്ക് പോലും ഞങ്ങൾ പോകാറില്ല.
പ്രസംഗിച്ചോണ്ടിരിക്കുകയാണ്, പ്രസംഗം കണ്ടിന്യൂ ചെയ്യും, അവന്റെ പിശാച് അവനെ വിട്ടു മാറും. സ്തോത്രം. അഭിഷേകം പ്രാപിക്കുന്ന ആളുകൾ സ്തോത്രം ആത്മശക്തിയിൽ ആരാധന സമയത്ത് ആളുകൾ തെറിച്ച് വീഴാറുണ്ട്. ചിലര് എന്താ പറയാ, നൃത്തം ചെയ്ത് അവർ നിൽക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ പാട്ട് കഴിയുമ്പോഴത്തേക്ക് അവർ വേറെ എവിടെയായിരിക്കും പോയി നിൽക്കുന്നത്. ആരും തൊട്ടില്ല കേട്ടോ, ഒരുത്തനും ഉന്തിയില്ല, ഊതിയില്ല. സ്തോത്രം. കുത്തിയിരുന്ന് കൃപ പ്രാപിക്കണേ. ഈ നാട്ടുകാരുടെ കുറ്റവും പറഞ്ഞ് പൊളിറ്റിക്സും കാണിച്ച് ഈ കസേരയും പിടിച്ചുകൊണ്ട് നടക്കുന്നതൊന്നും പറ്റിയല്ല. ഇതൊന്നും പറ്റുന്ന കാര്യമല്ല. സ്തോത്രം. ഇതൊക്കെ നടക്കണമെങ്കിലേ ആദ്യം കസേര എന്നുള്ള പിടി വിട്ടിട്ട്, പിന്നെ ആത്മീയ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം ഉണ്ടാകാത്ത രീതിയിൽ ദൈവമേ എനിക്കൊരു കൃപ തരണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി വീണേ നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫ്ലോവിങ് ഉണ്ടാവും. സ്തോത്രം. ആമേൻ. എസെക്കിയേൽ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 1-ാം അധ്യായം. എസെക്കിയേൽ ഒരു ദർശനം കണ്ട് പേടിച്ച് എസെക്കിയേല് ഇങ്ങനെ മുമ്പോട്ട് കവിണ്ണ് വീണു. ഇവരെല്ലാം പുറകോട്ടാ വീഴുന്നത്. എസെക്കിയേൽ മുമ്പോട്ട് വീണ് കഴിഞ്ഞിട്ട് എസെക്കിയേൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ എസെക്കിയേൽ 2:1-2 വായിച്ചു സമയം കിട്ടുമ്പോൾ. ഇനി വാക്യം വേണമെങ്കിൽ ഞാൻ ഒരുപാട് തരാം. ആത്മാവിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് വാക്യം വേണോ? ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ പറയാം. സമയം കിട്ടുമ്പോൾ വായിച്ചു. 1 യോഹന്നാൻ 4:6, 1 യോഹന്നാൻ 4:1, 1 പീറ്റർ 4:6, 2 തെസ്സലോനിക്കൽ 2:2, 1 തെസ്സലോനിക്കൽ 5:19, കൊലോസ്യർ 1:8, എഫെസർ 3:6, 2 കൊരിന്ത്യർ 3:8, 2 കൊരിന്ത്യർ 3:17, 2 കൊരിന്ത്യർ 4:13, 1 കൊരിന്ത്യർ 15:45, 1 കൊരിന്ത്യർ 14:15, 1 കൊരിന്ത്യർ 12:13, 1 കൊരിന്ത്യർ 12:8, 1 കൊരിന്ത്യർ 2:12, ബ്രോക്കർമാർ 8:23, അപ്പോസ്തലർ 2:4, എസെക്കിയേൽ 43:5, 11:24, 11:1, 3:14, 12. പറയാൻ പോയ ഒരുപാടുണ്ട് കേട്ടോ. ഈ ഉപദേശം ഇതൊന്നും അറിയാതല്ല കുത്തിയിരിക്കുന്ന നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ ഉന്തൽ നിർത്താനേ അത് പറയാൻ വേണ്ടി ഞാൻ ഈ രാവിലെ എനിക്ക് വേറൊരു ബോധവൽക്കരണം ഇന്നില്ല. ഈ ബോധം നമ്മുടെ വിശ്വാസിയുടെ തലയ്ക്കകത്ത് കയറണം. ഊതൽ നിർത്തണം, ഉന്തൽ നിർത്തണം, പുറകെ രണ്ടുപേര് പിടിക്കുന്ന പരിപാടി നിർത്തണം. സത്യം. ഹല്ലേലൂയ. വടിയെടുക്കാതെ വരുമ്പോൾ സ്തോത്രം. ഇങ്ങനെയുള്ള ബോധവൽക്കരണ സന്ദേശം ഇല്ലെങ്കിൽ ഒരുപാട് വിശ്വാസികൾ ഇനി എൻ്റെ കണ്ണുവെട്ടത്തിൽ നടന്നൊരു സംഭവം പറയാം. എൻ്റെ കണ്ണുവെട്ടത്തിൽ നടന്ന, കേരളത്തിൽ തന്നെ നടന്ന കേട്ടോ. ഞാനൊരു കൺവെൻഷൻ നടക്കുക. അവിടെ ഞാനാണ് സംഗീത ശുശ്രൂഷ ചെയ്യുന്നത്. ഈ സംഗീത ശുശ്രൂഷ ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ മതി ആരൊക്കെ ഉന്തുന്ന ടീമുണ്ടെന്ന് അവർ പറഞ്ഞു തരും. അത്രയ്ക്ക് ക്ലാരിറ്റി അവർക്കുണ്ട്. കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുക. ശ്രദ്ധിച്ചേ. ആ മീറ്റിങ്ങിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ സംഗീത ശുശ്രൂഷ ചെയ്യുന്നത്. പ്രസംഗിച്ച് പകുതി മുക്കാലായപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞു. ഞാൻ പാട്ട് പാടി. ആത്മനിറവിൽ ഞാൻ ഞാൻ പിന്നെ ഈ ആരാധിക്കുന്ന സമയത്ത് ഞാൻ ആരെയും നോക്കാറില്ല. എൻ്റെ മുമ്പിൽ തുറന്നിരിക്കുന്ന ദൈവിക സിംഹാസനത്തെ നോക്കിക്കൊണ്ടാണ് ഞാൻ പാടുന്നത്. എനിക്ക് പിന്നെ മുമ്പിൽ ഓഡിയൻസും ഇല്ല, എൻ്റെ പുറയിലും ആരുമില്ല. അങ്ങനെ എൻ്റെ പാട്ടല്ല. അപ്പം ഞാൻ ആരാധന ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ നടക്കുന്ന സംഭവം ഒന്നും ഞാൻ കാണാറില്ല. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു, എല്ലാവരും പോയി, പ്രസംഗനും പോയി. ഞാൻ ഈ കീബോർഡൊക്കെ അഴിച്ചെടുത്ത് മെല്ലെ വണ്ടിക്കകത്ത് കയറുന്ന നേരത്തിൽ മിക്കവാറും നമ്മളെ കാണുള്ളൂ. ഞാൻ നോക്കുമ്പോൾ ഒരു അമ്മച്ചി കിടപ്പുണ്ട് ഓഡിയൻസിൻ്റെ ഇടയ്ക്ക്. ഓഡിയൻസ് എല്ലാം പോയി. കസേര ഇരുമ്പ് കസേരയാണേ, ഇരുമ്പ് കസേര. അമ്മച്ചി ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് കിടപ്പുണ്ട്. എൻ്റെ കൂടെയുള്ള സഹോദരൻ ഞങ്ങൾ അടിപൊളി ഓടിച്ചെന്ന് വണ്ടി സാധനം എല്ലാം കയറ്റി അമ്മച്ചി എഴുന്നേറ്റ്. അമ്മച്ചി ഞങ്ങൾ മുഖത്ത് വെള്ളം തളിച്ച് എഴുന്നേറ്റ ഉടനെ അമ്മച്ചി എന്നോട് പറഞ്ഞത്, എന്നെ ഉന്തിയിട്ട് അവൻ എന്തിയേ അവൻ്റെ പേര് ഞാൻ കേസ് കൊടുക്കുന്നു. കാരണം നടുവ് അടിച്ച് വീണിരിക്കുക. ആ അടിച്ച് വീണത് കൊണ്ട് അവരുടെ കുറച്ച് നേരത്തേക്ക് അവർ അൺകോൺഷ്യസ് ആയി. വല്ല കാര്യമുണ്ടോ കേട്ടോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് ആരും ചത്തുപോയില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് ആരും സ്തോത്രം എവിടെയും ഒരു പരിക്കു പറ്റിയതായിട്ട് ബൈബിളിലെങ്ങും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ ഓർത്ത് നിങ്ങൾ വിട്, കേസ് വിട്. ഇതുവരെ തള്ളി ക്ഷമിച്ചിരിക്കുക. ഇനി തള്ളിയേക്കരുത്. ഇനി തള്ളിയാൽ ഇനി പച്ചയ്ക്ക് ഞാൻ വലിച്ചു കീറി ഞാൻ കേട്ടോ. ഒരു മാറ്റം ഉണ്ടാക്കിയല്ല. പേരും കൂടെ ഞാൻ പറയേണ്ട വരും. അതുകൊണ്ട് എൻ്റെ കണ്ണും വെട്ടത്തെങ്ങാനും തള്ളുന്ന കണ്ടാൽ. പണ്ട് കുറേ പാർട്ടീസ് തള്ളുമായിരുന്നു. ഇപ്പോൾ അവരൊക്കെ തള്ളൊക്കെ നിർത്തി, ഉണ്ടെല്ലാം നിർത്തി. ഇപ്പോൾ മര്യാദയ്ക്ക് വചനം പ്രസംഗിക്കുന്നുണ്ട്. സ്തോത്രം. മടങ്ങി വരണം നമ്മൾ. ഒരു മീറ്റിങ്ങിലോട്ട് ചെല്ലുമ്പോൾ
അവൻ നമ്മളെ ഏൽപ്പിച്ച പണി ചെയ്താൽ മതി. നമ്മൾ ഈ വലിയ സ്റ്റാറാകാൻ വേണ്ടി ഞാൻ ഏതാണ്ട് വലിയ ആത്മാവ് ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടി എന്നിലൂടെ ഭയങ്കര പരിപാടിയാണ്, ഞാനൊരു പ്രവാചകനാണെന്ന് അങ്ങനെ കാണിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. എൻ്റെ കൂടപ്പുറപ്പെ, നിങ്ങൾ പണ്ടൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ കൃപ നിങ്ങൾ ഇന്ന് പോയി, നിങ്ങൾ റൂട്ട് തെറ്റി. അന്ന് കൃപ പോയി. ഇപ്പൊ പിന്നെ അന്ന് അവിടെ പയറ്റിയതൊക്കെ ഇവിടെ പയറ്റുക കേട്ടോ. ആ പരിപാടി വേണ്ട. ശരിക്കും വചനത്തിലേക്ക് വന്നേ. പാസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ നിങ്ങളുടെ ദൈവദാസന്മാർക്ക് ഒന്ന് പറഞ്ഞു നിങ്ങൾ ലീഡർഷിപ്പിലിരിക്കുന്ന വ്യക്തിയാണോ, ഒന്നും നോക്കണ്ട. നിങ്ങളുടെ കയ്യിലല്ലേ ദൈവം ഈ പുസ്തകം തന്നിരിക്കുന്നത്. ഇതിനകത്തുള്ളതാണല്ലോ പറയുന്നത്, അല്ലാത്ത പുറത്തൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ക്ലാരിറ്റിയോടെ പറഞ്ഞു കൊടുക്കണം. അതിനുള്ള ബാക്കിലൊരു സാധനമുണ്ട്, നട്ടല്ലെന്ന് പറയും. ആ സാധനം കൂടെ വേണം, എങ്കിലേ പറയാൻ പറ്റൂ. ഇത് എല്ലാവരും തള്ളുക. ഞാൻ പറഞ്ഞില്ലേ, ഒരു കൺവെൻഷന് ഞാൻ ചെന്നപ്പോൾ കൺവെൻഷനിൽ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു പാർട്ടി ഇറങ്ങി വന്ന് തള്ളി, ഒരാളെ മറിച്ചിട്ടു. അയ്യോ, ഞാൻ ഇച്ചിരി ദൂരെ ആയിപ്പോയി. അല്ലെങ്കിലുണ്ടല്ലോ, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. അതിന് മുമ്പ് അദ്ദേഹം പൊക്കളഞ്ഞു. സ്തോത്രം. ഞാൻ എന്തിനാ ഇത്ര ആത്മരോഷം കൊള്ളുന്നതെന്നറിയോ? ഈ പരിശുദ്ധാത്മാവാ സഭയെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവാ സഭയെ നയിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് നയിക്കുന്നവരാകണം സഭ നയിക്കുന്നത്. അതും കൂടെ പറയുക. ഇനി പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്നത്, പരിശുദ്ധാത്മാവിനോടുള്ളത് ക്ഷമിക്കപ്പെടുകയില്ല. സീരിയസ്നെസ് അറിയാവോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സുവിശേഷം അറിയിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് വാക്യങ്ങൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. സാധനം വീഴും കേട്ടോ, ആൾക്കാർ വീഴും. ചിലപ്പോൾ കുതിച്ച് ഡാൻസ് ചെയ്യും, ചിലപ്പോൾ നിലത്ത് കിടന്ന് ഉരുണ്ടെന്ന് വന്നേക്കാം. അവരുടെ ആത്മശക്തി അവർ വരുമ്പോൾ ഇതൊന്നും ആരും ബൈ ഫോഴ്സ് ആകരുതെന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത്. ദാനിയേൽ നീലഗിരിയെ ഈ പ്രസംഗം മാത്രമല്ല, സ്തോത്രം, ഒരുപാട് സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് കടന്നു പോകുന്ന ആളാണ്. ഇന്ന് വരെ ഞാൻ ഒരു മനുഷ്യ ഉന്തിയിട്ട് നിങ്ങൾ കാണിച്ചു തന്നെ. നിങ്ങൾ വീഡിയോ എടുത്തോ? ദാനിയേൽ നീലഗിരി ശുശ്രൂഷിക്കുന്നു, നിങ്ങൾ വീഡിയോ എടുത്തോ? ശുശ്രൂഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ അറിയാൻ പാടാത്ത കുറേ എണ്ണം കർത്താവിൻ്റെ നാമത്തെയും നാശമാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, നിങ്ങൾ നല്ല ശുശ്രൂഷകനാണ്. ഇതുവരെ നിങ്ങളാരും ഉന്തിയിട്ടില്ലല്ലോ. ഉന്തിയിട്ടോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയത്തില്ലായിരുന്നോ? ഞാനൊരു വെളിപ്പാട് കാണുന്നുണ്ട്, ഇവിടെ കൈക്ക് വേനുള്ള ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോഴത്തേക്ക് ഒരാളുണ്ടെന്നാണ് ഇദ്ദേഹം പറഞ്ഞു, പക്ഷേ 6 പേര് കൈപൊക്കി. എന്നാ ചെയ്യാൻ പറ്റും? നിങ്ങൾ പറ. അവസാനം അദ്ദേഹം പറഞ്ഞു, സാരമില്ല, എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. എൻ്റെ പ്രിയരെ, പൊടിയുന്നെടുത്ത ഈ ശരീരം കുഴിക്കാത്തോട്ട് വെക്കുന്നോളം വരെ ജോയിൻസിന് വേദന ഉണ്ടാവും, തലയ്ക്ക് വേദന ഉണ്ടാവും, കൈക്ക് വേദന ഉണ്ടാവും, കാലിന് വേദന ഉണ്ടാവും, വയറ്റിനകത്ത് നിങ്ങൾ പുളിച്ച സാമ്പാർ അതെന്നെങ്കിൽ വയറ്റ് വേദന ഉണ്ടാവും. നീ അവൻ്റെ വയറ്റ് വേദന കളയാൻ നിൽക്കാതെ അവൻ്റെ ആത്മാവിനെ ദൈവമായിട്ട് കണക്ട് ചെയ്യും. സ്തോത്രം. എൻ്റെ പോയിന്റ് എത്തി നിൽക്കുക. ചൂടുപനിയും സൗഖ്യമാക്കിക്കൊണ്ട് നടക്കുക ഇപ്പം. സ്തോത്രം. ഞാൻ ഇത്രയും കർക്കശമായി പറയുന്നതേ, ആദ്യ പാഠങ്ങളിൽ ഇതൊക്കെ വാണേ ഇങ്ങോട്ട് വിശ്വാസത്തോട് പറ. നീ ചാകുന്നോളം പറഞ്ഞ് നിനക്ക് മുട്ടുവേദന ഉണ്ടാവും പറഞ്ഞു തരിക. എന്നിട്ട് അവൻ ദൈവത്തെ സേവിച്ചാൽ മതി. സ്തോത്രം. എന്നാ ഇതിനൊക്കെ ആത്മീയ വളർച്ച ഉണ്ടാകുന്ന ഏത് കാലത്താണ്? ഞാൻ ചോദിക്കട്ടെ, ഏത് കാലത്താണ് ആത്മീയ വളർച്ച ഉണ്ടാകുന്നത്? സ്തോത്രം. പറഞ്ഞു കൊടുക്കേണ്ടവൻ ഒന്നിടുക, അതാ രസം. ദൈവമക്കളെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്തു. ആരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു, ആരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട, നിങ്ങൾ കേട്ടാൽ മതി. കാരണം ഞാൻ ഇതുകൊണ്ട് കാശുണ്ടാക്കി കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളല്ല. ദൈവത്തെ ഓർത്തു അങ്ങനെ ചിന്തിക്കരുത്. 690 പ്രസംഗം കിടപ്പുണ്ട് യൂട്യൂബിനകത്ത്, 690 എണ്ണം. ഇന്ന് വരെ ഞാൻ മോണിറ്റൈസേഷൻ ചെയ്തിട്ടില്ല. എനിക്ക് അവിടെ നേരമില്ല, എനിക്ക് അതിൻ്റെ താല്പര്യമില്ല. ഞാനൊരു കാലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണ്. അത് കിട്ടുന്നവർ മേടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. അത് നിയമപ്രകാരം കിട്ടുന്നതാണ്. അതിനകത്ത് ഒരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ഫോക്കസ് അതല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിച്ചേ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്തു. വിശ്വാസികൾക്ക് ഒരു മുന്നറിയിപ്പായിട്ട് ഞാൻ പറയുകയാണ്, ഇനി ഉന്താൻ വരുന്നതിന് മുമ്പ് തലം നീട്ടിക്കൊണ്ട് നിന്നേക്കരുത്. സ്തോത്രം. വിവേചിച്ചോണം, നന്നായിട്ട് വിവേചിച്ചോണം ഏതാ ടൈപ്പ് എന്ന്. സ്തോത്രം. ഒരുപാട് സ്തോത്രം കള്ള നാണയങ്ങൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒരു കാലത്ത് നല്ല നാണയമായിരുന്നു, പക്ഷേ ചുവട് മാറ്റി പിടിക്കുക ഇപ്പം.
ഇങ്ങനെ രണ്ട് കൈയും പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകും. ഞാൻ നോക്കി നിൽക്കുമ്പം ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവുക, ഇങ്ങനെ കൊണ്ടുപോവുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ രണ്ടുപേരും നടക്കുകയാണ്. ഇതിൻ്റെ ഇങ്ങനെ ഈ വീഴാൻ നിൽക്കുന്ന ആള് പുറകോട്ട് നടക്കുകയാണ്, തള്ളുന്ന ആള് മുമ്പോൾ അദ്ദേഹത്തെ തള്ളിക്ക് കൊണ്ടുപോവുക. എൻ്റെ ചൂരലില്ലാതായിപ്പോയി, അത് പറഞ്ഞാൽ മതി കേട്ടോ. അത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അവിടെ കുത്തിയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ചിട്ട് ദൈവത്തോട് പറ, കർത്താവേ, ഈ അന്ത്യകാലത്ത് ആക്ഷേപമില്ലാത്തൊരു ശുശ്രൂഷകനായി മാറാൻ എന്നെ നിറയ്ക്കണേ. അങ്ങനെ ശുശ്രൂഷിക്കുക കേട്ടോ. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ഓരോ ആക്ടിവിറ്റീസിനെയും ഞാൻ എതിർക്കത്തില്ല. വീഴും, ആളുകൾ വീഴും, തുള്ളും, ചാടും, ഓടും, ചിലപ്പം നിലത്ത് കിടന്ന് എഴയും, ഞാനതെല്ലാം അംഗീകരിക്കുന്നു. പക്ഷെ ഞാനും നീയും അതിൻ്റെ ഡ്രൈവർ ആകരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചു, ഊതണോ? സ്റ്റേജിൽ നിന്ന് ഊതിക്കോളാനേ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. ഇനി ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ആത്മശക്തി നിറഞ്ഞ നിങ്ങൾ ആൾക്കാരുടെ കൂടെ ചുമ്മാ നടന്നാൽ മതി, വെറുതെ നടന്നാൽ മതി കേട്ടോ. വെറുതെ നടന്നാൽ മതി. ഒരഭ്യാസം നിന്റെ കയ്യിലല്ല പരിശുദ്ധാത്മാവിന്റെ കീ. സ്തോത്രം. അത് പരിശുദ്ധാത്മാവ് തന്നെ ചെയ്തോളൂ. നീ കർത്താവിൻ്റെ ചാലകം വേണം, നീ ഒന്ന് നടന്നു ഇടയ്ക്കൂടെ, അത് മതി കേട്ടോ. അയ്യോ, അഭ്യാസങ്ങളെല്ലാം നിൽക്കട്ടെ, കുറച്ച് നിൽക്കട്ടെ. നീ അന്ത്യകാലത്ത് ഇതിനേക്കാളും വലിയ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വ്യാജാത്മാക്കളെ ദർശിച്ച് സ്തോത്രം. വേറൊരു ആവി അവനെ പിടിത്തത് വായിച്ചിട്ടുണ്ട്, തമിഴിലാണ്. വേറൊരു ആവി അവനെ പിടിത്തത് ശൗലിന്റെ കാര്യമാണ്. സുവിശേഷത്തിലൂടെ ഒരു കർത്താവിനോട് പറയാ, ഇവനെ ഒരാവി തള്ളിയിടുക കേട്ടോ. നന്നായിട്ട് പഠിച്ചോ, ഇല്ല ഇതിനേക്കാളും കഠിനമേറിയ വചനമായിരിക്കും ഞാൻ ഇനി അടുത്ത ദിവസം ഇടാൻ പോകുന്നത്. ഇതുകൊണ്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കുറച്ചുകൂടെ വായിക്ക് മൂർച്ച കൂട്ടും. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, സ്തോത്രം. ആത്മാവിനെ അനുസരിച്ച് നടപ്പേ. എസെക്കിയേൽ പുസ്തകത്തിന് 8-ാമത്തെ വാക്യം ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം, നിങ്ങളൊന്ന് കേട്ടിരിക്കും, നല്ലതാണ്. എസെക്കിയേൽ ഇങ്ങനെ വീണ് കിടക്കുകയാണേ. എസെക്കിയേൽ വീണ് കിടക്കുന്ന സമയത്ത് എസെക്കിയേലിന്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വരിക. 2-ാം അധ്യായം 2-ാം വാക്യം നോക്കി, നിങ്ങളെടുത്ത് വായിച്ചു. നിങ്ങളുടെ സമയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ, കേട്ടാൽ മതി. 2:1-2. അവൻ എന്നോട്, മനുഷ്യപുത്ര, നിവർന്ന് നിൽക്കുക. 1, ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. ഒരുപാട് വാക്യം ഞാൻ തരാം, ഒരുപാട് വാക്യം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പെന്തക്കോസ്ത് ജനിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഈ വേഷം കെട്ടലൊന്നും നടക്കുകയില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. കാരണം നല്ല പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ 2-ാം ക്ലാസ്സിൽ മുതൽ ഈ പുസ്തകത്തിനകത്താണ് ഞാൻ. 2-ാം ക്ലാസ് മുതൽ, അല്ലാണ്ട് ബൈബിൾ കോളേജിൽ നിന്നല്ല, 2-ാം ക്ലാസ് മുതൽ ഞാൻ ഈ പുസ്തകത്തിനകത്താണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരു വേഷം കെട്ടും നടക്കുകയില്ല. നിങ്ങൾ വാക്യമായിട്ട് പോര് വാക്യമായിട്ട്. സ്തോത്രം. നല്ല സ്തോത്രം. മറുപടി പരിശുദ്ധാത്മാവിനകത്തും തരും. കാരണം ഏതിനും വാക്യം വെച്ചാണല്ലോ ഫൈറ്റ്. ഞാൻ ഒരു ഫൈറ്റിങ്ങിനും ഇല്ല. ഉള്ള കാര്യം ഞാൻ പറയാം. പ്രാപിച്ചോ ദൈവസന്നിധിയിൽ നിന്ന്. പ്രാപിച്ചിട്ട് നിങ്ങൾക്ക് ആത്മശക്തി ഉണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ പറയുന്നത്, നിങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് ആത്മശക്തി ഉണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് പവർ പുറപ്പെടണം. അതിനെവിടെയാ പവർ? അടുത്ത പ്രാവശ്യം ഈ കമ്മിറ്റിക്കകത്ത് ഞാൻ കയറുമോ? അടുത്ത പ്രാവശ്യം നമുക്ക് തന്നെ കയറാം. നീ എൻ്റെ പേര് പറ, ഞാൻ നിൻ്റെ പേര് പറയാം. ഇങ്ങനെ കസേരയും പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ ഒന്നും ഈ സാധനം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതെല്ലാം കിട്ടിക്കഴിയുമ്പം കൃപ വേണമല്ലോ. കൃപയില്ല, പിന്നെ ഉന്തിയിടുകയല്ലാതെ വേറെ വഴിയില്ല. ഞാൻ ഇതിനെ നാകാശിക്കാന്ത് എതിർക്കുന്ന ഒരു ശുശ്രൂഷകനാണ്. അതുകൊണ്ട് സ്തോത്ര ദൈവദാസന്മാരെ, ഞാൻ ഇത്രയും പച്ചയ്ക്ക് പറയുന്നതെന്ന് വെച്ചാൽ അറിയോ, ഇത്രയും ക്ലാരിറ്റിയോടെ പറയുന്നത്, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക. നമ്മൾ പരിശുദ്ധ ഞാൻ എന്തെയും വരെ കാണിക്കുന്നേ, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക. സ്തോത്രം. പരിശുദ്ധാത്മാവ് വേദനിക്കുക. സ്തോത്രം. ദൈവത്തെ ഓർത്ത് ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കണം. ഞാൻ ഇനി ആരുടെ തലയിലും കൈവെക്കാൻ പോകുന്നില്ല. എന്നിലൊരു ആത്മശക്തി ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ ഭൂതം വിട്ടു പോകണം. എന്നിലൊരു ആത്മശക്തി ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിന്ന് കൈ ഉയർത്തുമ്പോൾ ആ ആത്മശക്തിയാൽ അവർ നിറയപ്പെടണം. പ്രാർത്ഥിച്ചു. ദൈവം തരൂന്നേ. ഒരുത്തനും ആക്ഷേപിക്കാൻ പറ്റില്ല നേരം. അല്ലെ പിന്നെ നിങ്ങളിങ്ങനെ പീ പറഞ്ഞു ആൾക്കാരെ തള്ളിക്കൊണ്ട് ഇങ്ങനെ ചർച്ചിനകത്തോടെ വണ്ടി കളിച്ചിട്ട് നടക്കുന്നവർ കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് മടങ്ങി വരാം, നമുക്ക് മാനസാന്തരപ്പെടാം. ശുശ്രൂഷയൊന്നും ഇരുന്ന് ചിന്തിച്ചേ. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾ
ഈ കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ ചെയ്ത ശുശ്രൂഷ ഇരുന്ന് ചിന്തിച്ചേ, പരിശുദ്ധാത്മാവുമായിട്ട് വല്ല ബന്ധമുണ്ടോ നോക്കി നോക്ക്. സ്വതന്ത്രം അതിനായി ഇടയാകട്ടെ. ഞാൻ കൂടി പ്രാർത്ഥിക്കാൻ പോവാ. കട കളിച്ചോ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് തിരുസനയിലേക്ക് അടുത്ത് വരുന്നു. അവിടുത്തെ കർത്താവേ, ശുശ്രൂഷകന്മാരായ ഞങ്ങൾ ഒരു കാലത്ത് ശക്തമായി ഞങ്ങൾ കൊണ്ടു നിന്നവരാണ്. എന്നാൽ പിൽക്കാലത്ത് എവിടെയോ ആരെയൊക്കെയോ ഞങ്ങൾ കർത്താവെ ഫോളോ ചെയ്ത് അവരുടെ പരിപാടി ഏറ്റെടുത്ത് ഞങ്ങൾ തുടങ്ങി. ഇപ്പം ഞങ്ങളിൽ കൃപയില്ലെന്നുള്ളത് നാട്ടുകാരെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. കർത്താവെ, ഒരു നാണമില്ലാതെ കർത്താവ് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അവരറിയുന്നില്ല പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണെന്നുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ പേര് നടക്കുന്ന ഈ ഇടപാടുകളെല്ലാം ഈ ദിവസങ്ങൾ കൊണ്ട് ഇല്ലായ്മയായി പോട്ടെ. ഒറിജിനൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അന്യഭാഷയും ദൈവിക നിറവുകളും ജനത്തിൻ്റെ മേൽ പകരണമേ. ഇനിയുള്ള ദൈവദാസന്മാരെ അങ്ങനെ എഴുന്നേൽപ്പിക്കണമേ. കർത്താവ് കൃപ ചെയ്യണമേ. ഈ ദൈവവചനത്തോട് കർത്താവെ, ഈ ദൈവവചനത്തോട് കൂറു പുലർത്തുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, പിന്നെ എൻ്റെ ഭാഷ ഇച്ചിരി കടുത്തതായിപ്പോയി, ഒന്നും വിചാരിക്കല്ലേ കേട്ടോ. ദീർഘവർഷങ്ങളായിട്ട് ഈ പുസ്തകം കൊണ്ട് നടക്കുന്ന ആളാണ്. പിന്നെ കഴിവിൻ്റെ പരമാവധി ഇതിനോടും ജീവിതത്തോടും ആമേൻ വിശ്വസ്തത പുലർത്താൻ ശ്രമിക്കുന്ന ഒരു ദൈവദാസനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ദാനിയേൽ നീലഗിരി എവിടെയെങ്കിലും എന്തെങ്കിലും കസേരയ്ക്ക് വേണ്ടി ഓടിയെന്നോ എന്തെങ്കിലും പദവികൾക്ക് വേണ്ടി ഓടിയെന്നോ എല്ലാം കേട്ടിട്ടുണ്ടോ? എനിക്കൊരു ഡോക്ടറേറ്റ്, ഹോണററി ഡോക്ടറേറ്റ് കിട്ടിയത് പോലും ഞാനൊരു ആന്ധ്ര ട്രിപ്പിന്, മിഷൻ ട്രിപ്പിന് പോകുന്ന വഴിക്കാണ് അതെനിക്ക് കിട്ടിയത്. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയുകയും അവരെനിക്ക് തരികയും ചെയ്തത്. ഞാനത് മേടിച്ച് ഞാൻ എൻ്റെ പാട്ടിന് പോയി. സ്വന്തം അവിടെ കൊണ്ട് അതും പൊക്കി പിടിച്ചുകൊണ്ട് നടന്നില്ല. പദവിയുടെ പുറകെ നടക്കുന്ന ആളല്ല ഞാൻ കേട്ടോ. അതൊക്കെ കോട്ടയ്ക്കകത്തിരുന്ന ആളാണ്, കോട്ടയ്ക്കകത്ത്. പിന്നെ ഞാൻ ചെയ്ത പ്രവർത്തനം ആർക്കും അറിയത്തില്ല. ഞാൻ സ്ലബിൻ്റെ ഇടയിലും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലൊക്കെ ചെയ്ത പരിപാടിയൊന്നും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഞാനത് പുറത്ത് പറയാറുമില്ല. അപ്പോൾ അതൊക്കെ അറിയാവുന്നവരാണ് നമുക്കെന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ ഒരു ബഹുമതി തരുന്നത്. അതൊക്കെ അവരറിയാവുന്നവർ ചെയ്യുന്നതാണ്. നമ്മളാരും അറിയിക്കാതെ ചെയ്യുന്നത്, എന്നിട്ട് അവർ അറിഞ്ഞ് ചെയ്യുന്നവരാണ്. സ്തോത്രം. അങ്ങനെ കിട്ടിയതാണ് ഈ ബഹുമതികളൊക്കെ. അല്ലാണ്ട് ഞാനിതിൻ്റെ പുറകെ എനിക്കൊരു ബഹുമതി തരാമോ. കഴിഞ്ഞ ദിവസമായിട്ട് പറഞ്ഞ കേട്ടു, കാശ് കൊടുത്താൽ ദാനിയേൽ നീലഗിരി ഡോക്ടറേറ്റ് മേടിച്ചെന്ന്. സ്തോത്രം. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, 5 പൈസയും കൊടുക്കാതെ 1 രൂപ പോലും ചിലവില്ലാതാണ് എനിക്ക് ആ ഡോക്ടറേറ്റ് കിട്ടിയത്. സ്തോത്രം. ഞാൻ അതിൻ്റെ ആ യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെ എല്ലാം ഡൽഹിയിലാണ്. അവരോട് ഞാൻ പറഞ്ഞു, ഇന്നപോലെ നിങ്ങൾ കാശ് കൊടുത്താൽ എനിക്ക് ഡോക്ടറേറ്റ് തന്നെന്ന് പറഞ്ഞപ്പം അവർ എന്നോട് പറഞ്ഞതെന്നറിയോ, അങ്ങനെ പറഞ്ഞ ആളുടെ ഫോൺ നമ്പരും ആ പേരും കൂടി ഞാൻ തരാമോ, ഞങ്ങൾ അദ്ദേഹത്തെ 10 പ്രാവശ്യം ഡൽഹിയിലോട്ട് നടത്താം, കാരണം കേസ് ഫയൽ ചെയ്യാം. ഞാൻ പിന്നെ അതിനൊന്നും പോയില്ല. കാരണം ഈ വെളിവും ബോധമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ നമ്മളത് ശ്രദ്ധിക്കാൻ പോകേണ്ട കാര്യമില്ല. സഹോദരൻ, അതുകൊണ്ട് ഞാൻ അതിനൊന്നും പോയില്ല. പ്രിയരെ, ഞാൻ എന്തിനത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആത്മീയ ശുശ്രൂഷയ്ക്ക് അവൻ ആക്ഷേപം വരാത്ത രീതിയിൽ മാക്സിമം നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി ഇന്നും ഒരു തീരുമാനം എടുക്കണം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട്